അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഈ രണ്ടാം ടൈമിൽ യോഗ്യനാണോ എന്ന് പോലും ലോക രാഷ്ട്രത്തലവന്മാർ ഒരു നിമിഷം ചിന്തിച്ച് പകച്ചു നിന്നൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം യുഎന്നിലെ ജനറൽ അസംബ്ലി ഹാളിൽ കണ്ടത്. 6 വർഷത്തിനിടെ ആദ്യമായി അസംബ്ലി ഹാളിലേക്ക് കാലെടുത്ത് കുത്തിയതാണ് ഡൊണാൾഡ് ട്രംപ്. ഒന്നാം ടൈമിൽ വന്നിരുന്നു, പിന്നെ ഇപ്പോഴാണ് എത്തുന്നത്. അഴിമതി നിറഞ്ഞ ഒരു സ്ഥാപനമാണിതെന്ന് അതിനകത്ത് നിന്ന് ട്രംപ് പറഞ്ഞു. ദോഷകരമായ ശക്തിയാണ് യു എൻ എന്നും ട്രംപ് പറയും. കാരണം ട്രംപ് രണ്ടാം ടൈമിൽ അധികാരത്തിൽ എത്തിയപ്പോൾ ആദ്യം ചെയ്തത് യു എന്നിനുള്ള ധനസഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും യു എസിലുള്ള അടക്കം പരമാധികാരം എടുത്തു കളയുമൊക്കെയായിരുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്? ലോകം തങ്ങളുടെ അതിർത്തികൾ തങ്ങളുടെ ജനതയ്ക്ക് മാത്രമായി സംരക്ഷിക്കണം, അതിർത്തികൾ അടച്ചിടണം, ശരിയത്ത് നിയമം ഒരു രാജ്യവും പിന്തുടരരുത്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എടുത്ത് പുറത്തു കളയണം, അത് സംബന്ധിച്ച ഉടമ്പടികൾ കാറ്റിൽ പറത്തണം, റഷ്യൻ എണ്ണ യൂറോപ്യൻ രാജ്യങ്ങൾ ദയവ് ചെയ്ത് വാങ്ങരുത്. ഏറ്റവും ഒടുവിൽ ലോകരാഷ്ട്രങ്ങളുടെ അഭിമാന സ്ഥാപനമായ യുഎന്നിനെ രാക്ഷസനെന്നും ഇരട്ടവാലുള്ള രാക്ഷസനെന്ന് വരെ ട്രംപ് വിളിച്ചു. ഭീകരവാദികൾക്ക് ധനസഹായം നൽകുക മാത്രമാണ് യുഎന്നിന്റെ ജോലി എന്ന് വരെ ട്രംപ് ആ പൊതുവേദിയിൽ നിന്ന് പറഞ്ഞു. ആരും കൈയടിച്ചില്ല. എന്നിട്ട് എന്താ ഉണ്ടായേ? ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും ട്രംപിന്റെ യഥാർത്ഥ മുഖം കണ്ട് ഞെട്ടി. അറിയാവുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നും മിണ്ടാതെയിരുന്നു. കാരണം മറ്റ് ലോകരാജ്യങ്ങൾ കൂടി അറിയട്ടെ എന്താണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന്, എന്താണ് അയാൾ വാ തുറന്നാൽ പുറത്തു വരുന്നതെന്ന്. വിഷം വമിക്കുന്ന ട്രംപിന്റെ വാക്കുകൾ കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു ട്രംപിന്റെ വാലാട്ടുകളായി ഇപ്പോൾ കൂടെ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. അതിനും കാരണമുണ്ട്. 58 മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളോടുള്ള ട്രംപിന്റെ വെറുപ്പ് മൊത്തം പുറത്തു വന്നു. താനാണ് ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ചതെന്നും ഐക്യരാഷ്ട്രസഭ ഒന്നും ചെയ്തില്ലെന്നും ട്രംപ് പറഞ്ഞു വെച്ചു. ഈ വിടുവായത്തരം കേട്ട് ലോക രാഷ്ട്രത്തലവന്മാർ മൂക്കത്ത് വിരൽ വെച്ചു. ന്യൂയോർക്കിൽ ചെന്ന് ട്രംപിനെ കാണാൻ കഴിയാത്ത രാഷ്ട്രത്തലവന്മാർക്ക് അങ്ങനെ സൗജന്യമായി ട്രംപ് ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെ സംസാരിക്കും, എന്തൊക്കെ ഭാഷ ഉപയോഗിക്കും എന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനായി. ലണ്ടനിലെ ആദ്യത്തെ മുസ്ലിം മേയറായി പോയി സാദിഖ് ഖാൻ. അതുകൊണ്ട് തന്നെ സാദിഖ് ഖാനെയും ട്രംപ് വെറുതെ വിട്ടില്ല. ലണ്ടനിലെ മേയർ അയാൾ ഭീകരനാണ്, ഭയങ്കരനാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ശരിയത്ത് നിയമത്തിലേക്ക് ലണ്ടനെ കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. കാരണം കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ സാദിഖ് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ട്രംപ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ മൊത്തം നടന്നത്. അതിനെ ഇസ്ലാംവൽക്കരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തത്. അതിൽ ട്രംപിനുണ്ടായിരുന്ന ആ വിദ്വേഷം മുറുമുറുപ്പൊക്കെ ട്രംപ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പുറത്തു കാട്ടി. രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികൾ ശക്തമായി അടച്ച് വിദേശികളെ പുറത്താക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. അമേരിക്ക പോലുള്ള അതിവികസിതമായ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ രാജ്യത്തെ സിലിക്കൺ വാലി അടക്കം വ്യവസായ നിർമ്മാണ മേഖല അടക്കം പ്രവർത്തിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ്. അവർ കൂട്ടത്തോടെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ മെക്സിക്കോ പോലെയോ കൊളംബിയ പോലെയോ ഒക്കെ ആയിപ്പോവും അമേരിക്കൻ ഐക്യ നാടുകളും. അത് ട്രംപിനറിയാം. എങ്കിലും വലിയ വായിൽ വിളിച്ച് പറയുകയാണ് വിദേശികളൊക്കെ പിടിച്ച് പുറത്താക്കണമെന്ന്. ആഗോള കുടിയേറ്റ അജണ്ട നടപ്പാക്കുന്നത് ആരാണ്? ഐക്യരാഷ്ട്രസഭ നടപ്പാക്കുന്നതാണ് ട്രംപ് വിളിച്ചു പറയുന്നത്. ലോകം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് ട്രംപിന്റെ വായിൽ നിന്ന് വന്നത്. രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ധനസഹായം നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണെന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. ട്രംപിന്റെ വാൽ തൂക്കി കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ യൂണിയൻ നേതാക്കൾ ആ രാജ്യങ്ങളുടെ പൈതൃകം നശിപ്പിക്കുന്നവരാണെന്നും അന്താരാഷ്ട്ര കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കളാണ് യൂറോപ്പിനുള്ളതെന്നും ഒക്കെ ട്രംപ് പറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപാദന ശക്തി ഉപയോഗിച്ച് ഹരിത ഊർജ്ജം ഉണ്ടാക്കി അത് മലിനീകരണം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അത് പാടില്ലെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ കുടിയേറ്റം യൂറോപ്യൻ രാജ്യങ്ങൾ നശിപ്പിക്കുന്നതെന്ന് ട്രംപ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. കുടിയേറ്റത്തിനെതിരായി യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് പിന്തുടരേണ്ടത്? അമേരിക്കൻ മാതൃക. കയ്യിൽ കിട്ടിയവനെ കയ്യിലും കാലും വിലങ്ങ് വെച്ച് ഗോട്ടിനാമോയിലോ മറ്റ് പുനരധിവാസ കേന്ദ്രങ്ങളിലോ ജയിലുകളിൽ കൊണ്ട് പാർപ്പിക്കുന്ന അമേരിക്കൻ മാതൃക യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുടരണമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുപോലെ തന്നെ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ഇനിയെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം. കാരണം നിങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് തനിക്ക് 2 ആഴ്ച മുമ്പ് മനസ്സിലായി. വാങ്ങരുത് എന്ന് ട്രംപ് വീണ്ടും ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളോട് ആ വേദിയിൽ വെച്ച്. റഷ്യക്ക് മേലെ കനത്ത തീരുവ താൻ ചുമത്തുമെന്ന് വീണ്ടും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം യൂറോപ്യൻ ഊർജ മേഖലകൾ റഷ്യൻ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പ്രകടനത്തിൽ ഞെട്ടിപ്പോയ UN പ്രതിനിധികൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ നേതാക്കൾ മിണ്ടാതിരുന്നപ്പോൾ
ട്രംപിന്റെ വാക്കുകളെ ശക്തിയുക്തം എതിർ സംസാരിക്കാൻ ധൈര്യം കാണിച്ചത് രണ്ട് വലിയ മുസ്ലിം രാഷ്ട്രത്തലവന്മാർ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റെയും തുർക്കി പ്രസിഡന്റ് റെയ്പ് തയ്യിപ് എർദോഗനും. രണ്ടുപേരും ട്രംപിന് കണക്കിന് കൊടുത്തു, ട്രംപിനെ മുന്നിൽ ഇരുത്തി തന്നെ. പറയുന്നതൊക്കെ ശരിയായിരിക്കണം, അത് ശരി തന്നെയായിരിക്കണം. ഒരു രാജ്യത്തിന് മുഴുവൻ മനുഷ്യ കുടുംബത്തെയും ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെ കഴിയില്ല. പക്ഷേ അടിച്ചമർത്തലിന്റെയും അനീതിയുടെയും വികാരം എന്തെന്ന് അമേരിക്ക എന്ന രാജ്യം അറിയും. ഈ അനീതിയെ മറികടക്കുന്ന ശക്തയായ ജനശക്തിയായി നമ്മൾ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ ഉയരുമെന്നാണ് സുബിയാന്റോ പറഞ്ഞത്. അതിന് ലഭിച്ചു അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രത്തലവന്മാരുടെ വലിയൊരു കയ്യടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണമായും ആ നിയന്ത്രണത്തിന് അതീതനാണെന്നും അമേരിക്കയ്ക്ക് പോലും അയാളുടെ ഒരു കൺട്രോൾ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ നിശബ്ദരായവർ അതിൽ പങ്കാളികളാണെന്നും വരെ റജബ് തയ്യിപ് എർദോഗൻ ഉറപ്പിച്ചു പറഞ്ഞു. അതിനും കിട്ടി കയ്യടി. അപ്പോഴേക്കും ട്രംപിന് സമാധാനമായി. ഇത്രയും ലോകരാഷ്ട്രത്തലവന്മാരുടെ മുന്നിൽ വെച്ച് തനിക്ക് പറയാനുള്ളതൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തല്ലോ എന്ന് ട്രംപ് ചിന്തിക്കുമ്പോൾ മറ്റു ലോകരാഷ്ട്രത്തലവന്മാർ ചിന്തിച്ചത് ഇയാൾ ഇത്ര മണ്ടനും പൊട്ടനും വിവരദോഷിയുമാണെന്നാണ്. ട്രംപ് വിളിച്ചു പറഞ്ഞ വാക്കിലെ ഭീഷണിയും ചതിയും കുടിയേറ്റ വിരുദ്ധതയും ഒക്കെ മിക്ക ലോക നേതാക്കളും കണ്ണുകൾ തുറന്നതിനെ മനസ്സിലാക്കി എന്നിടത്താണ് അവിടുത്തെ ആ UN അസംബ്ലി ഹാളിലെ അത്രയും 1 മണിക്കൂർ സമയം എടുത്ത് അവർ മനസ്സിലാക്കി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. അല്ലാതെ ട്രംപ് 6 വർഷത്തിനിടെ ആദ്യമായി അവിടെ എത്തി എന്നതല്ല. 6 വർഷത്തിന് ശേഷം ട്രംപ് അവിടെ എത്തി അപഹാസ്യനായി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു തിരികെ പോയി എന്താണ് യാഥാർത്ഥ്യം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച